നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയാളത്തിന് തീരാ നഷ്ടം. സാഹിത്യരംഗത്തെ ബഹുമുഖ പ്രതിഭ MK സാനു അന്തരിച്ചു. വിടവാങ്ങുന്നത് മലയാള സാഹിത്യലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാൾ. നടൻ കലാഭവൻ നവാസിന് നാടിന്റെ യാത്രാമൊഴി. ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടന്നു. നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ സിനിമാ ലോകം. ഗുരുവായൂരിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന ഹോട്ടൽ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പഞ്ചാരമുക്കിലെ സ്നാക്സ് ഹട്ട് ഗ്രിൽ ഹൌസ് ഹോട്ടലാണ് അടപ്പിച്ചത്. ഹംദി, കുഴിമന്തി, ഓപ്പർഷ്യ റെസ്റ്റോറന്റ് എന്നീ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് കൂമ്പുഴയിൽ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കും. ഇയാൾ പാടശേഖരത്തോട് ചേർന്ന് കൂമ്പുഴ പാലത്തിനടുത്തുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്താണ് മനോഹരമായ പാർക്കും വഴിയോര വിശ്രമ കേന്ദ്രവും നിർമ്മിക്കുക. ബൈപ്പാസ് റോഡിലെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ MLA AC മൊയ്തീനും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സന്ദർശിച്ചു. 69ാമത് സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. ഒക്ടോബർ 7 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കുന്നംകുളത്ത് നടക്കുന്ന ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ MK സാനു അന്തരിച്ചു. മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാളാണ് വിടവാങ്ങിയത്. അസാധാരണമായ ഉൾക്കാഴ്ചയോടുകൂടി ജീവചരിത്ര രചനയിൽ പ്രാഗൽഭ്യം പുലർത്തിയ മികവുറ്റ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ ശനിയാഴ്ച വൈകിട്ട് 5:30 അന്ത്യം. 98 വയസ്സായിരുന്നു. കഴിഞ്ഞയാഴ്ച വീണതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീഴ്ചയിൽ വലതു തുടയലിന് പൊട്ടൽ സംഭവിച്ചിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂമോണിയ, പ്രമേഹം എന്നിവ അലട്ടുന്നതായും സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമില്ലാതെ സർവാദരണീയനായ വ്യക്തിത്വമായിരുന്നു MK സാനു. ജീവചരിത്രകാരൻ, പത്രപ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, വാഗ്മി, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം. എറണാകുളം മഹാരാജാസ് കോളേജിലുൾപ്പെടെ വിവിധ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു പ്രൊഫസർ MK സാനു. പ്രഗത്ഭരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യശാഖകളിലായി 80ഓളം കൃതികളുടെ കർത്താവാണ് MK സാനു. മലയാള സാഹിത്യ നിരൂപണത്തിൽ തൻ്റെതായ വഴി തെളിയിച്ച അദ്ദേഹം സഞ്ചരിച്ചത് ഇടതുപക്ഷ ചിന്തകൾക്കൊപ്പമായിരുന്നു. ശ്രീനാരായണ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികൾക്കും വാക്കുകൾക്കും വെളിച്ചമായി. മലയാളത്തിലെ ജീവചരിത്ര രചനകളിൽ വേറിട്ട സംഭാവനകൾ നൽകി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, ആശാൻ പഠനത്തിന് ഒരു മുഖവുര, യുക്തിവാദി MC ജോസഫ്, ബഷീർ, ഏകാന്തവീതിയിലെ അവധൂതൻ തുടങ്ങിയ കൃതികളും, അസ്തമിക്കാത്ത വെളിച്ചം, ഉറങ്ങാത്ത മനീഷി, ഇരുളും വെളിച്ചവും തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം എന്നിങ്ങനെ അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങളും നിരവധി. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ്, 1987 മുതൽ 91 വരെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലേക്ക് വിമർശനത്തിന്റെ കാറ്റും വെളിച്ചവും കടത്തിവിട്ട MK സാനുവിന് കണ്ണീർ പ്രണാമങ്ങൾ. നടൻ കലാഭവൻ നവാസിന് നാടിന്റെ യാത്രാമൊഴി. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ ആലുവ ചുണ്ടിയിലുള്ള വീട്ടിലെത്തിച്ചു. ഇവിടെ ബന്ധുക്കൾക്ക് മാത്രം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യം ഒരുക്കിയിരുന്നു. പിന്നീട് ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതശരീരം എത്തിച്ച് ഖബറടക്കം നടത്തി. നിരവധി പേരാണ് ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തത്. വെള്ളിയാഴ്ച രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ മരിച്ച നിലയിൽ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹനയാണ് ഭാര്യ. 1/2 കിലോ കഞ്ചാവുമായി ചൊവ്വന്നൂർ സ്വദേശിയെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു.
ചൊവ്വന്നൂർ സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ 35 വയസ്സുള്ള വിഭീഷണെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ചൊവ്വന്നൂർ ബ്ലോക്ക് റോഡിലെ ത്രിവേണി ഗോഡൌണിന് സമീപത്ത് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതിയെ ലഹരി വിരുദ്ധ സ്ക്വാഡ് സംഘം പിടികൂടിയത്. ബാഗിനുള്ളിൽ കവറിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പ്രതിയെ പിടികൂടിയ പോലീസ് ബാഗ് പരിശോധിച്ചപ്പോഴാണ് 1/2 കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവ് കണ്ടെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഓണത്തിന് മുന്നോടിയായി ഈ മേഖലയിൽ വിൽപ്പനയ്ക്കായാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നത്. മേഖലയിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന ഹോട്ടൽ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പഞ്ചാരമുക്കിലെ സ്നാക്സ് ഹട്ട് ഗ്രിൽ ഹൗസ് ഹോട്ടലാണ് അടപ്പിച്ചത്. ഹംദി, കുഴിമന്തി, ഓപ്രിഷ്യ റെസ്റ്റോറന്റ് എന്നീ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ആരോഗ്യ വിഭാഗം 16ഓളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള മന്തി, ചിക്കൻ, ബീഫ്, കക്ക ഇറച്ചി, ബിരിയാണി റൈസ് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെടുത്തു. സ്ക്വാഡ് ലീഡർ KC അശോക്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹർഷിദ്, ഹനീസ്, സിബി പ്രവീൺ, സുരേഷ് കുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. കടവല്ലൂർ പഞ്ചായത്തിന്റെ ആധുനിക രീതിയിൽ പണിതീർത്ത പുതിയ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. തദ്ദേശ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാരുടെ പഞ്ചായത്ത് ഓഫീസിൽ വരേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാളും പഞ്ചായത്ത് ഓഫീസിലും മുനിസിപ്പൽ ഓഫീസിലും കയറിയിറങ്ങാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളാരും കൊണ്ട് വരണ്ട, ഞങ്ങൾ മതിയാണോ? അല്ല. കേരളത്തിലെ ഏതൊരു പൗരനും പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ മുനിസിപ്പൽ ഓഫീസിൽ നിന്നോ ഒക്കെ കിട്ടേണ്ട സേവനം കിട്ടാൻ നേരിട്ട് ഓഫീസിൽ പോകേണ്ട കാലം അവസാനിച്ചു കഴിഞ്ഞു. വിരൽ തുമ്പിലാകുന്ന സേവനം അക്ഷരാർത്ഥത്തിൽ വിരൽ തുമ്പിലാണ്. അത് ആലങ്കാരികമായി പറയുന്നതല്ല, അതിശയോക്തിയല്ല, വരാൻ പോകുന്ന കാര്യമല്ല, വന്നു കഴിഞ്ഞ കാര്യമാണ്. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. തൃശൂർ LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത റിപ്പോർട്ട് വായിച്ചു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച 150 വീടുകളുടെ താക്കോൽദാനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. കർഷക അവാർഡ് ജേതാവ് M ബാലാജി, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയകക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ഒരു നിലയിൽ 8500 ചതുരശ്ര അടിയിലാണ് കെട്ടിടം പ്രവർത്തിക്കുക. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. AC മൊയ്തീൻ തദ്ദേശ ഭരണ മന്ത്രിയായിരിക്കെ അനുവദിച്ച 1 കോടി രൂപയും പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഹഡ്കോയുടെ കോൺട്രാക്ടിംഗ് കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ 4 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത്. ചടങ്ങിന് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് കൂമ്പുഴയിൽ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കും. ബൈപ്പാസ് റോഡിലെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ MLA AC മൊയ്തീനും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സന്ദർശിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI സജിത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി, ബാബ് കൺസ്ട്രക്ഷൻസിന്റെ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. എയ്യാൽ പാടശേഖരത്തോട് ചേർന്ന് കൂമ്പുഴ പാലത്തിനടുത്തുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്താണ് മനോഹരമായ പാർക്കും വഴിയോര വിശ്രമ കേന്ദ്രവും സ്ഥാപിക്കുക. കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണുള്ളത്. കുറാഞ്ചേരി വേലൂർ റോഡിൽ കേച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡപ്രകാരം 12 മീറ്റർ വീതിയിലാണ് നവീകരിച്ചിട്ടുള്ളത്. PWD അനുമതിയോടുകൂടി വടക്കാഞ്ചേരി പുഴയുടെ 2 ഭാഗത്തുമുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി യാത്രക്കാർക്കും നാട്ടുകാർക്കും ഇതുവഴി പോകുന്ന വിനോദസഞ്ചാരികൾക്കുമെല്ലാം സൗകര്യപ്രദമാകുന്ന ഒരിടം യാത്രക്കാർക്കുള്ള അമ്യൂണിറ്റീസ് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി കൂടി ആലോചിക്കുകയാണ്. സ്ഥലം PWD എന്നുള്ളതുകൊണ്ട് അവരുടെ അനുമതിയോടുകൂടി ആ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു കാര്യം, ഈ പ്രദേശത്തുകാരല്ല പുറമേ നിന്നുള്ള ചില ആളുകൾ ഈ പുഴയുടെ 2 സൈഡിലും മാലിന്യം നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായൊരു കാര്യമാണ്.
നാട്ടുകാരുടെ നല്ല ജാഗ്രത ഉണ്ടാകണം. അത്തരം ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വളരെ കർശനമായ നിലപാടുകൾ പഞ്ചായത്തുകളുടെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകും. 69ാമത് സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. ഒക്ടോബർ 7 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കുന്നംകുളത്ത് നടക്കുന്ന ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചേംബർ ടവറിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായ ചേംബർ ഓഫ് കോമേഴ്സിന് പ്രത്യേകം അഭിനന്ദിച്ചു. ഈ മത്സരം നമ്മുടെ നാടിൻ്റെ സംസ്കാര കൂടി വെച്ച് മികച്ചതാകാൻ നമുക്ക് എല്ലാവർക്കും ഒരു ശ്രമിക്കാം. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി PC ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ പോൾ, ചേംബർ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി KP സാക്സൺ ചെയർമാൻ, PC ആന്റണി ജനറൽ കൺവീനർ, MK പോൾസൺ ട്രഷറർ, സിൻഡോ ജോയ് സെക്രട്ടറി എന്നിവർ ഭാരവാഹികളായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ടൂർണമെന്റിന്റെ ലോഗോ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ AC മൊയ്തീൻ MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മയുടെ സ്വർണം കവർന്നു. എരുമപ്പെട്ടി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കൊന്നലൂർ വീട്ടിൽ യൂസഫ് മുസ്ലിയാരുടെ ഭാര്യ ഹമീദ ബീവിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 1 പവന്റെ നാണയവും 1 ഗ്രാമിന്റെ മോതിരവുമാണ് കവർന്നത്. ഇന്നുച്ചയോടെ കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ജോഷിമോൻ ബസ്സിൽ പന്നിത്തടത്തേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം. മോഷണം സംബന്ധിച്ച് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. കുട്ടികളെ കേൾക്കാൻ രക്ഷിതാക്കൾ സമയം കണ്ടെത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ പാരന്റിംഗ് പ്രധാനമെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ അറിയാമോ നമ്മുടെ കുട്ടികളെ രക്ഷാകർതൃത്വം സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പാരന്റിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് കൂടി പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ട് അവരിലേക്ക് നമുക്ക് ഗുണകരമായ കാര്യം എത്തിക്കുക എന്ന് പറയുന്ന അത്തരമൊരു സംവിധാനത്തെയാണ് ഈ പറയുന്നത്. പെർമിസീവ് പാരന്റിംഗ് എന്നുള്ളതാണ്. അത് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ പോലെ തന്നെ മക്കളോട് സുഹൃത്തുക്കളെ പോലെ തന്നെ പെരുമാറണം. അത് കൂടുതൽ കുട്ടികൾക്ക് സൗഹാർദ്ദപരമാകും ഗുണകരമാകും എന്ന കാര്യം തർക്കമില്ലാത്തൊരു കാര്യമാണ്. കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് കൂടി പരിഗണന നൽകുന്നതിന് രക്ഷിതാക്കൾ തയ്യാറാകണം. ആദ്യകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി അഭിപ്രായങ്ങൾ പറയാൻ കുട്ടികൾ മുന്നോട്ടു വരുന്നു എന്നത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അമിതമായ അച്ചടക്കത്തോടെ വളർത്തുമ്പോഴാണ് കുട്ടികൾക്ക് വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാനും തെറ്റായ വഴികളിലേക്ക് തിരിയുന്നതിനും പ്രേരണ ഉണ്ടാകുന്നത്. മാതാപിതാക്കളുടെ തിരക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നതും കുട്ടികൾ വഴിതെറ്റുന്നതിലേക്ക് നയിക്കുന്നുണ്ടെന്ന് MLA കൂട്ടിച്ചേർത്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ശില്പശാലയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, KT ബാലകൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ PK രാജൻ മാസ്റ്റർ, KA രവിചന്ദർ, ഡോക്ടർ ബ്രിനേഷ്, MK സോമൻ, വത്സൻ പാറന്നൂർ, നിർവഹണ ഉദ്യോഗസ്ഥ ഷീജ ജോസ്, സ്കൂൾ പ്രധാന അധ്യാപിക PB സജിത എന്നിവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ KG രാധാകൃഷ്ണൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുൻ സംസ്ഥാന കോർഡിനേറ്റർ C മധുസൂദനൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 9 പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ, PTA, MPTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളിലെയും സ്കൂളുകളിലെയും മുഴുവൻ രക്ഷാകർത്താക്കൾക്കും പരിശീലനം നൽകുന്നതിനാണ് തീരുമാനം. CCTVയുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ സിടെക് അക്കാദമിയിലെ ഹ്രസ്വകാല കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്നവർക്കായി പ്ലേസ്മെന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 73 56 36 53 65,
89 43 35 1405 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ആവർത്തിക്കുന്നു: 73 56 36 53 65 89 43 35 1405. ഡ്രൈഡേയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. മദ്യശാലകൾ അവധിയായ ദിവസം അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ വെള്ളിത്തിരുത്തി കോലാട്ട് വീട്ടിൽ 48 വയസ്സുള്ള ഹരിദാസനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത്. മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പരിശോധനയിൽ 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പ്രതിയിൽ നിന്നും പിടികൂടിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഫൽഗുണൻ, സുനിൽ ദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള, മനോജ്, ജിതിൻ, സതീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂരിൽ ഷീ സ്റ്റേ ഹോം പ്രവർത്തനം ആരംഭിച്ചു. 10 ദിവസത്തിനകം ഇവിടെ ക്യാന്റീനും പ്രവർത്തനം തുടങ്ങും. ഗുരുവായൂർ നഗരസഭ സ്ത്രീകൾക്ക് മാത്രമായി നിർമ്മിച്ച ഷീ സ്റ്റേ ഹോം കഴിഞ്ഞ ജൂണിൽ മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാൽ തുറന്നുകൊടുക്കുന്നത് വൈകുകയായിരുന്നു. പിന്നീട് മിനുക്കുപണികളെല്ലാം പൂർത്തിയാക്കി വെള്ളിയാഴ്ചയാണ് പൂർണ്ണമായ തോതിൽ ഷീ സ്റ്റേ ഹോം പ്രവർത്തനം ആരംഭിച്ചത്. മിതമായ നിരക്കാണ് താമസത്തിനായി ഈടാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ക്ഷേത്രത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കുമെല്ലാം മിനിറ്റുകൾ മാത്രം നടക്കാവുന്ന ഇടത്താണ് ഷീ സ്റ്റേ ഹോം പ്രവർത്തിക്കുന്നത്. നോൺ അറ്റാച്ച്ഡ് 2 ബെഡിന് ഒരു ദിവസത്തേക്ക് 500 രൂപയാണ് നിരക്ക്. നോൺ അറ്റാച്ച്ഡ് 3 ബെഡിന് 850 രൂപയും 4 ബെഡിന് 1000 രൂപയുമാണ് ഈടാക്കുന്നത്. നോൺ അറ്റാച്ച്ഡ് വിഭാഗത്തിലെ ഡോർമെറ്ററിയിൽ ബെഡിന് 12 മണിക്കൂർ സമയത്തേക്ക് 250 രൂപയാണ്. അറ്റാച്ച്ഡ് 2 ബെഡിന് ഒരു ദിവസത്തേക്ക് 600 രൂപയും ഈടാക്കും. അറ്റാച്ച്ഡ് 3 ബെഡിന് 900 രൂപയും 4 ബെഡിന് 1200 രൂപയുമാണ് നിരക്ക്. അറ്റാച്ച്ഡ് വിഭാഗത്തിലെ ഡോർമെറ്ററിക്ക് ബെഡിന് 12 മണിക്കൂറിന് 300 രൂപയെ നൽകേണ്ടതുള്ളൂ. ലിഫ്റ്റ് സൗകര്യവും സ്റ്റേ ഹോമിലുണ്ട്. 21 മുറികളും ഡോർമെറ്ററിയിൽ 70 കിടക്കകളുമാണ് ഇവിടെയുള്ളത്. ഔട്ടർ റിംഗ് റോഡിനോട് ചേർന്ന് 4 നിലകളിലായി 12,500-ലധികം ചതുരശ്രയടി വിസ്തീർണത്തിലാണ് ഷീ സ്റ്റേ ഹോം നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരാണ് സ്റ്റേ ഹോമിന് നൽകിയിട്ടുള്ളത്. എയ്യാൻ ശ്രീ കാർത്തിയനി ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ട് നടന്നു. വിശേഷാൽ പൂജകൾക്ക് ശേഷം നടപ്പുറയിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രമേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുവനന്തപുരം ഉമാദേവിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ഉമാദേവിക്ക് പുറമെ പീച്ചിയിൽ രാജീവ്, പുതുശ്ശേരി വിജയൻ, വളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്നീ കൊമ്പന്മാർ ഊട്ടിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ട്രഷറർ ദിലീപ് കുമാർ കാമ്പുറത്ത് തുടങ്ങിയ ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. നൂതന സാങ്കേതിക വിദ്യയിൽ വിദ്യാർത്ഥി നായകരെ തെരഞ്ഞെടുത്ത് പെരുമ്പിലാവ് അൻസാർ സ്കൂൾ. സ്വന്തമായി നിർമ്മിച്ച വോട്ടിംഗ് യന്ത്രത്തിലാണ് കുട്ടികൾ വോട്ട് ചെയ്തത്. സ്കൂളിലെ ATL ലാബിൽ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അത്യാധുനിക വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് ലീഡർ, സെക്ഷൻ ലീഡേഴ്സ് ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ജൂലൈ 29, 31 എന്നീ ദിവസങ്ങളിൽ 2 ഘട്ടങ്ങളായാണ് ആവേശകരമായ തെരഞ്ഞെടുപ്പ് നടന്നത്. വിദ്യാർത്ഥികളുടെ അസാധാരണമായ കഴിവും നൂതന ചിന്തയും വിളിച്ചോതുന്നതായിരുന്നു ഈ വോട്ടിംഗ് യന്ത്രം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ഇത് ഏറെ സഹായിച്ചതായി പ്രിൻസിപ്പാൾ EM ഫിറോസും വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസയും പറഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തിന്റെ ഓരോ ഘട്ടവും രൂപകൽപ്പന മുതൽ നിർമ്മാണം വരെ വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രോണിക്സ്, പ്രോഗ്രാമിംഗ്, സിസ്റ്റം ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ വിലപ്പെട്ട പ്രായോഗിക അനുഭവം നൽകി. പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങാതെ പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ ഇത് അവരെ പ്രാപ്തരാക്കി. റിട്ടേണിംഗ് ഓഫീസർ ജോഫി ജോർജ്, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ സാജിദ റസാഖ്, രവ്യ KR എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെ മാതൃകാ പദ്ധതിയായ സുംബ ഡാൻസിന് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മാനേജർ MU ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ MB പ്രമീള, പ്രിൻസിപ്പാൾ MD ഷീബ, ഹെഡ് മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ, വൈസ് പ്രസിഡന്റ് സിറാജ്, സീനിയർ അസിസ്റ്റന്റ് P ഷീജ, സ്റ്റാഫ് സെക്രട്ടറി സുനീഷ് K തോമസ് എന്നിവർ സംസാരിച്ചു. സുംബ ഡാൻസിന് അധ്യാപകരായ R അശ്വതി, CM ലിമി, ആതിര VP, KS ചിത്ര എന്നിവർ നേതൃത്വം നൽകി.
LDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തി. അവിയൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ CPI ജില്ലാ കൗൺസിൽ അംഗം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷം LDF പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഇത്തരത്തിൽ ജാഥ നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ജാഥ ക്യാപ്റ്റൻ TV സുരേന്ദ്രൻ, മാനേജർ സുഹറ ബക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഞായറാഴ്ച വൈകിട്ട് 6-ന് മന്ദലാങ്കുന്ന് MH മദ്രസ പരിസരത്ത് ജാഥ സമാപിക്കും. സമാപന സമ്മേളനം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട്, ആധുനിക വാതക ശ്മശാന നിർമ്മാണം, ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ചതും ഭൂമിയില്ലാത്തതുമായ 2 സർക്കാർ വിദ്യാലയങ്ങൾക്ക് സൗജന്യമായി ഭൂമി ലഭ്യമാക്കി കെട്ടിട നിർമ്മാണ പ്രവർത്തനം, സർക്കാർ സ്കൂളുകൾ ആധുനികമായി നവീകരിക്കൽ, GLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കൽ, ശാസ്ത്രീയ അജൈവ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കൽ, പുന്നയൂർ സമ്പൂർണ്ണ തെരുവുവിളക്ക് ഗ്രാമമാക്കൽ, 5 അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ, 13 അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കൽ, MLA ഫണ്ട് ഉപയോഗിച്ച് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കൽ, 7.2 കോടി രൂപ ചെലവിൽ സർക്കാർ സഹായത്തോടെ മത്സ്യഗ്രാമം പദ്ധതി, കളിക്കളം നിർമ്മിക്കൽ, റോഡ് നവീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അറിയിച്ചു. ഇരിങ്ങപ്പുറം SM UP സ്കൂളിലെ ഗേൾസ് ഫുട്ബോൾ ടീമിന്റെ പുതിയ ജേഴ്സി പ്രകാശനം കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ നിർവഹിച്ചു. പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് മുന്നോടിയായി നടന്ന ജേഴ്സി പ്രകാശന ചടങ്ങിൽ PTA പ്രസിഡന്റ് KK സുധീഷ് അധ്യക്ഷനായി. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി വൻപുള്ളി ജയാനന്ദനാണ് ജേഴ്സി സ്പോൺസർ ചെയ്തത്. അൽബാർ ഏജൻസിക്ക് വേണ്ടി വൻപുള്ളി മോഹനൻ ജേഴ്സി ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ്മാസ്റ്റർ സജീവ് മാസ്റ്റർ, MPTA പ്രസിഡന്റ് P അശ്വതി, PTA വൈസ് പ്രസിഡന്റ് TV ശ്രീനാഥ്, മാനേജർ പ്രതിനിധി KR സുജിത്ത്, MPTA വൈസ് പ്രസിഡന്റ് സിജി തിലകൻ, മുൻ PTA പ്രസിഡന്റ് PA ദിനുദാസ്, അൽബാർ ഏജൻസി ജിജി, ജയേഷ്, ഹരീഷ്, ജ്യോതിഷ്, അജി എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ ടീം കോച്ച് സന്തോഷ് ബാബു നന്ദി പറഞ്ഞു. എരുമപ്പെട്ടി വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ നവീകരിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് നടന്നു. രാവിലെയുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി വെഞ്ചിരിപ്പിന് കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ PP ജോസ്, ജെമി ജേക്കബ്, NJ സേവി, VB ലൈജോ എന്നിവർ നേതൃത്വം നൽകി. DYFI എരുമപ്പെട്ടി മേഖലാ സമ്മേളനം മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രകടനവും പതാക ഉയർത്തലും പുഷ്പാർച്ചനയും ഉണ്ടായി. തുടർന്ന് നടന്ന സമ്മേളനം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ PC അബാൽമണി, മേഖലാ സെക്രട്ടറി NM മിഥുൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM മഹേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത എന്നിവർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായ PP ഷിജിത്ത്, KP അഖിൽ, വർഷ പ്രദീപ്, VV വിവേക്, PV മുകേഷ്, അനഘ എന്നിവർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി MV വിനീത്, പ്രസിഡന്റ് VV വിവേക്, ട്രഷറർ CS അപർണ എന്നിവരെ തെരഞ്ഞെടുത്തു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് തുടക്കം. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കുക എന്നതാണ് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ 120-ലധികം രാജ്യങ്ങളിലായി നടക്കുന്ന ഈ ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് മുലയൂട്ടൽ എത്രത്തോളം പ്രധാനമാണെന്ന് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നു. നവജാത ശിശുക്കൾക്ക് പ്രകൃതി നൽകുന്ന ഏറ്റവും മികച്ചതും സമ്പൂർണവുമായ ആഹാരമാണ് മുലപ്പാൽ. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുന്നത് വളരെ പ്രധാനമാണ്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, അമ്മമാർക്ക് പിന്തുണ നൽകുക എന്നിവയാണ് ഈ വാരാചരണത്തിന്റെ ലക്ഷ്യം. ഈ വർഷത്തെ മുലയൂട്ടൽ വാരത്തിന് കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിംഗ്, ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റംസ് എന്ന സന്ദേശമാണ് ദയ റോയൽ ഹോസ്പിറ്റൽ മുന്നോട്ട് വയ്ക്കുന്നത്. അമ്മയുടെ ആദ്യത്തെ പാൽ കുഞ്ഞിനാവശ്യമായ രോഗപ്രതിരോധ ശേഷി നൽകുന്നു എന്ന് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ലക്ഷ്മി ശശികാന്ത് പറഞ്ഞു. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി ശശികാന്ത്, ദയ റോയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനാണ്. എല്ലാ വർഷവും ലോകമെമ്പാടും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ മുലയൂട്ടൽ വാരമായി ആഘോഷിക്കുന്നു. മുലയൂട്ടലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അമ്മമാരെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഈ വാരത്തിൻ്റെ പ്രധാന ഉദ്ദേശം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രസ്റ്റ് ഫീഡിംഗ് കൊണ്ട് ബേബിക്കും അമ്മയ്ക്കും നിറയെ ഗുണങ്ങളാണ് ഉള്ളത്. ഒരു കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇത്
ബേബി മദർ തമ്മിലുള്ള ബോണ്ട് ഇൻക്രീസ് ചെയ്യാനും അമ്മയ്ക്ക് പ്രസവശേഷമുള്ള ബ്ലീഡിംഗ് കുറയ്ക്കാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും റിലാക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ബേബിയുടെ ഫസ്റ്റ് വാക്സിനായിട്ടാണ് മുലപ്പാലിനെ നമ്മൾ കണക്കാക്കുന്നത്. കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള മാനസിക ബന്ധം ദൃഢമാക്കാൻ സഹായിക്കുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. കൂടാതെ മുലയൂട്ടുന്നത് അമ്മയുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും. മുലയൂട്ടുന്ന അമ്മമാരെ കുടുംബവും സർക്കാരും പിന്തുണയ്ക്കണമെന്നും ഡോക്ടർ ലക്ഷ്മി വ്യക്തമാക്കി. പിൽക്കാലത്ത് മദേഴ്സിനുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ എന്നീ രോഗങ്ങളുടെ ഇൻസിഡൻസും മുലയൂട്ടുന്ന അമ്മമാരിൽ വളരെയധികം കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രമാണ് ആവശ്യമുള്ളത്. അതിനുശേഷം കട്ടിയാഹാരത്തിൻ്റെ കൂടെ 2 വയസ്സ് വരെ മുലയൂട്ടൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് കറക്റ്റായി ലഭിച്ച കുട്ടികൾക്ക് പിൽക്കാലത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, പൊണ്ണത്തടി എന്നീ അസുഖങ്ങളിലുള്ള ചാൻസ് വളരെയധികം കുറവായി കാണപ്പെടുന്നു. മുലയൂട്ടുന്ന എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ വേണ്ടത്ര സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ അമ്മമാർക്കും മുലയൂട്ടൽ വാരത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. മുലയൂട്ടുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. സ്തനാർബുദം, അണ്ഡാശയാർബുദം തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. കൂടാതെ പ്രസവശേഷമുള്ള വിഷാദരോഗം തടയാനും ഇത് സഹായിക്കും. ലോകാരോഗ്യ സംഘടന, യുനിസെഫ് തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹകരണത്തോടെയാണ് മുലയൂട്ടൽ വാരം ആഘോഷിക്കുന്നത്. മാതൃത്വത്തിന്റെ ഏറ്റവും മനോഹരമായ ഈ അനുഭവം ഓരോ അമ്മയ്ക്കും ലഭ്യമാക്കാൻ സമൂഹവും കുടുംബവും പിന്തുണ നൽകണം. മുലയൂട്ടൽ ഓരോ കുഞ്ഞിന്റെയും ജന്മാവകാശമാണ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യകരമായ ജീവിതത്തിന് ഇത് അനിവാര്യമാണ്. ലോക മുലയൂട്ടൽ വാരത്തിലൂടെ ഈ മഹത്തായ സന്ദേശം പ്രചരിപ്പിച്ച് മുലയൂട്ടലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് ശ്രമിക്കാം. പുലിയന്നൂർ ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല ക്ഷീരസംഗമം ആലോചനാ യോഗം സംഘടിപ്പിച്ചു. പുലിയന്നൂരിൽ നടന്ന യോഗം ചവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി അധ്യക്ഷനായി. ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ പി.എസ്. വന്ദന പദ്ധതി വിശദീകരണം നടത്തി. ക്ഷീര കർഷക പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ബ്ലോക്ക് മെമ്പർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തലയെണ്ണി ജാതി സമുദായ സെൻസ്, സാമ്പത്തിക സർവേ എന്നിവ നടത്തി വിവരങ്ങൾ 6 മാസത്തിനകം പുറത്തുവിടുക, ധനിക സവർണ സംവരണമായ EWS റദ്ദ് ചെയ്യുക, അല്ലാത്തപക്ഷം പ്രാതിനിധ്യം തീരെയില്ലാത്ത എഴുത്തച്ഛൻ പോലെയുള്ള സമുദായങ്ങൾക്ക് നൽകുക, OEC സ്കോളർഷിപ്പിന്റെ വരുമാന പരിധി ഇല്ലാതാക്കുക, പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം നടപ്പിലാക്കുക, കേന്ദ്രത്തിലെ 4 ജാതി, കേരളത്തിലെ 2 ജാതി ഒളിഗാർക്കി ഭരണരീതി അവസാനിപ്പിക്കുക, സമുദായത്തിന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേച്ചേരി സെന്ററിൽ നടന്ന പ്രക്ഷോഭം ശ്രീനാരായണ മാനവധർമ്മം സെക്രട്ടറി സുദേശ് M. രഘു ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ സമാജം ജില്ലാ പ്രസിഡന്റ് KK ജയറാം അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ T. മേപ്പിള്ളി, മറ്റു ഭാരവാഹികളായ EV സജീവൻ, K. അരവിന്ദാക്ഷൻ, PS രാജൻ എന്നിവർ സംസാരിച്ചു. പെരുമണ്ണ്, എടക്കളത്തൂർ, ആളൂർ, കൈപ്പറമ്പ്, എയ്യാൽ, വെള്ളാറ്റഞ്ഞൂർ തുടങ്ങിയ കേച്ചേരി മേഖലയിലെ എഴുത്തച്ഛൻ സമാജം ശാഖകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM എരുമപ്പെട്ടി പഞ്ചായത്തിൽ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചും പഞ്ചായത്തിലും ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലും CPM നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മങ്ങാട് സെന്ററിൽ നടത്തിയ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ സെക്രട്ടറി KR രാധിക, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, വിനോദിനി മങ്ങാട്, NK കബീർ, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടിക്കാട്ടി ഇതിനു മുൻപും സമരം നടത്തിയിരുന്ന കോൺഗ്രസ് അന്നും ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചതാ. അന്നൊന്നും നിങ്ങൾക്ക് ഈ സെക്രട്ടറിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ സഹകരണ സംഘത്തിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ
കുറഞ്ഞപക്ഷം അതിന്റെ സംവിധാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പ്രതിവിധി. അപ്പൊ അതിന് പോലും കേൾപ്പില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായി. കടലാക്രമണം തടയാൻ ഹരിത കവചം പദ്ധതിയുമായി നല്ലപാടം അംഗങ്ങൾ. പെരിയമ്പലം അണ്ടത്തോട് ബീച്ചുകളിൽ കടലാക്രമണത്താൽ വീടുകളും കരയും കടലെടുക്കുമ്പോൾ ചെറായി ഗവൺമെന്റ് UP സ്കൂളിലെ നല്ലപാടം ക്ലബ് അംഗങ്ങൾ ഇതിന് പരിഹാരമായി കണ്ടൽ വനം വെച്ചുപിടിപ്പിക്കും. കണ്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി 100-ലധികം വാൽനീഡ് ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടികളാണ് തീരദേശത്തെ ചതുപ്പുനിലങ്ങളിൽ നട്ട് ജൈവ കവചം നിർമ്മിക്കുന്നത്. ആഗോള താപനത്തിനെതിരെ ഭൂമിയുടെ കരുതലായും കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രകൃതിയുടെ പ്രതിരോധമായും കണ്ടൽ വനം ഉപയോഗപ്പെടുമെന്ന് അംഗങ്ങൾ പറഞ്ഞു. കണ്ടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകളുമായാണ് കുട്ടികളും അധ്യാപകരും കടൽ തീരത്തെത്തിയത്. പഞ്ചായത്ത് അംഗം KH ആബിദ് കണ്ടൽ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ KL മനോഹിത് അധ്യക്ഷത വഹിച്ചു. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ NJ ജെയിംസ് കണ്ടലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA വൈസ് പ്രസിഡന്റ് N ഫൈസൽ, SSG ചെയർമാൻ റാണ പ്രതാപ്, SMC പ്രതിനിധി MK രഘുനാഥ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ രാജി, അധ്യാപകരായ C സരിത, MK ജൈത്ര, K ഷിബിൻ രാജ്, E വിജിത്ത്, CJ ജൂലി, KA അനൂഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. പൊറക്കിളയങ്ങാട് പകൽ വീട്ടിലായിരുന്നു ക്യാമ്പ്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി, ആയുർവേദ ഡിസ്പെൻസറി സ്റ്റാഫുകൾ, ആശാ വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. ഓൺലൈൻ ഡെലിവറി തൊഴിലാളി CATU കൺവെൻഷൻ ഗുരുവായൂരിൽ ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ഡെലിവറി രംഗത്ത് വൻ ചൂഷണം നടത്തുന്നതായും യാതൊരു തൊഴിൽ സുരക്ഷയും ഈ മേഖലയിലില്ലെന്നും മനോജ് പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് V അരവിന്ദ് അധ്യക്ഷത വഹിച്ചു. ജെയിംസ് ആളൂർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി മുഹമ്മദ് റാഫി, ശേഖർ കോട്ടപ്പടി എന്നിവർ സംസാരിച്ചു. ലോക സൗഹൃദ ദിനത്തിൽ ഗുരുവായൂർ GUP സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തകങ്ങൾക്കൊപ്പം ചങ്ങാതിക്ക് കൈമാറാനുള്ള വൃക്ഷത്തൈകളുമായാണ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത്. മാവ്, പ്ലാവ്, പേര, സപ്പോട്ട, ചാമ്പ, അരിനെല്ലി, ആര്യവേപ്പ്, കറിവേപ്പില, മുരിങ്ങ എന്നിങ്ങനെയുള്ള വിവിധതരം വൃക്ഷത്തൈകൾ കുട്ടികൾ കൊണ്ടുവന്നു. പരസ്പരം തൈകൾ കൈമാറി. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനാണ് ചങ്ങാതിക്ക് ഒരു തൈ എന്ന പദ്ധതി നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. പരസ്പരം കൈമാറിയ വൃക്ഷത്തൈകൾ വീടുകളിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അധ്യാപകർ നൽകി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ, ഹരിത കേരള മിഷൻ എന്നിവർ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 കോടി ജനകീയ വൃക്ഷവൽക്കരണം ഒരു തൈ നടാം ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശൈലജ സുധൻ, A സായിനാഥൻ മാസ്റ്റർ, കൗൺസിലർമാരായ ദീപ ബാബു, ബിബിത മോഹൻ, KP ഉദയൻ, ശോഭ ഹരിനാരായണൻ, ഹരിത കേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ത്രിവിക്രമദേവ്, പ്രധാനാധ്യാപിക PR സിന്ധു, AEO VB സിന്ധു, BPC MT സംഗീത, സ്കൂൾ ലീഡർ പാർവണി K സന്ദീപ് എന്നിവർ സംസാരിച്ചു. വലതുപക്ഷ അപവാദ പ്രചരണത്തിനെതിരെ CPIM ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ചാവക്കാട് വസന്തം കോർണറിൽ നടന്ന പൊതുസമ്മേളനം CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗവും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സണുമായ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഏരിയ സെക്രട്ടറി ശിവദാസൻ, NK അക്ബർ MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, KK മുബാറക്ക്, ലോക്കൽ സെക്രട്ടറിമാരായ AA മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ഭരണകൂട ഭീകരതയിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെയെടുത്ത കള്ളക്കേസുകൾ ഉടൻ പിൻവലിക്കണമെന്നും കള്ളക്കേസുകളെടുക്കാൻ ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും പാലയൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്ത നേതൃത്വത്തിൽ പാവർട്ടിയിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമ്മേളനം പാലയൂർ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ഡാനി മെരിയ മുഖ്യപ്രഭാഷണം നടത്തി. പാലയൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ തോമസ് ചിറമൽ,
കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ ഫൊറോന പ്രസിഡന്റ് ജോഷി കൊമ്പൻ, പാവർട്ടി തീർത്ഥകേന്ദ്രം ട്രസ്റ്റി OJ ഷാജൻ മാസ്റ്റർ, കുടുംബ കൂട്ടായ്മ ഫൊറോന ആനിമേറ്റർ ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജോയിന്റ് സെക്രട്ടറി മേഴ്സി ജോയ്, കുടുംബ കൂട്ടായ്മ രൂപത സെക്രട്ടറി ഷീജ ജോൺസൺ, സേവ്യർ അറക്കൽ എന്നിവർ പ്രസംഗിച്ചു. പാവർട്ടി പള്ളിനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിലും തുടർന്ന് പാവർട്ടി ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗത്തിലും പാലയൂർ ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികളും കന്യാസ്ത്രീകളും പങ്കെടുത്തു. വെള്ളാറക്കാട് ഇടവകയിലെ വിശുദ്ധ സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെയും വിശുദ്ധ മദർ തെരേസ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന് മുൻവശത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി വെള്ളാറക്കാട് പള്ളിക്ക് മുന്നിലായി സമാപിച്ചു. സമാപന യോഗത്തിൽ പള്ളി വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, ഡോക്ടർ ആന്റണി മാസ്റ്റർ, CJ ജോസഫ്, നൈസി യേശുദാസ് എന്നിവർ സംസാരിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ വൈകിട്ട് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ദേവാലയത്തിന്റെ കവാടത്തിലേക്ക് മൗനജാതിയായി വന്നാണ് വിശ്വാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി, കൈക്കാരന്മാരായ ജാക്സൺ കുര്യാക്കോസ്, ജോൺസൺ തലക്കോട്ടൂർ, MPC ജോ, PV തോമസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് MK അൽഫോൺസ്, അഡ്വക്കേറ്റ് സോജൻ ജോബ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കൈകളിലേന്തി പ്രതിഷേധ റാലിയും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, ഡീക്കൻ ആൻസൺ പന്നക്കത്തിൽ, സിസ്റ്റേഴ്സ്, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ CO ആന്റണി, VJ സുനിൽ, ML സുനിൽ, കൈക്കാരന്മാരായ KG ബാബു, പെർജു B ചുങ്കത്ത്, VN ഇമ്മാനുവൽ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ ജ്വാല തെളിയിക്കലും നടന്നു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ NA നൌഷാദ്, ജെയ്സൺ ചാക്കോ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV നിവാസ്, മണ്ഡലം സെക്രട്ടറിമാരായ PV ഷാജി, CA തോമസ്, ബിജു കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി മറ്റം സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. YMCA ഗുരുവായൂരിലെ ഗാന്ധിസ്മൃതി മണ്ഡപത്തിന് സമീപം മെഴുകുതിരികൾ തെളിയിച്ച് പ്രതിഷേധിച്ചു. അന്യായമായാണ് കന്യാസ്ത്രീകളെ ജയിലിലിട്ടിരിക്കുന്നതെന്നും ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും YMCA ആരോപിച്ചു. തൃശൂർ സബ് റീജിയൻ ചെയർമാൻ MV ജോൺസൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജിഷോ S പുത്തൂർ, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, തോംസൺ വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുണ്ടൂർ ഇടവകയിൽ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധ ധർണ നടത്തി. മെഴുകുതിരി പിടിച്ചു നടത്തിയ ധർണയിൽ ജോയ് കാനിരപ്പറമ്പിൽ, KF ബാബു, PP സൈമൺ, ബിജു ജോസ്, സാന്റ തരകൻ, ജോൺസൺ ജോൺ, ജേക്കബ് അറങ്ങാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 100ഓളം പേർ പങ്കെടുത്ത ധർണയിൽ OD തോമസ് സ്വാഗതവും ജെയിംസ് ആലപ്പാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂനപക്ഷ, ദളിത്, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നേരെ രാജ്യത്തുടനീളം അരങ്ങേറുന്ന ആൾക്കൂട്ട വിചാരണയും അതിക്രമങ്ങളും അങ്ങേയറ്റം അപകടകരവും ലജ്ജാകരവുമാണെന്ന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരകളായവർക്ക് നീതി ലഭ്യമാകണമെന്നാവശ്യപ്പെട്ട് ഉപവാസം അനുഷ്ഠിക്കുന്ന നേതാക്കളെ മെത്രാപ്പൊലീത്ത ഹാരാർപ്പണം നടത്തി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിട്ടതും രാജ്യത്തെ മറ്റു ന്യൂനപക്ഷ, പിന്നോക്ക, ആദിവാസി, ദളിത് സമൂഹം അനുഭവിക്കുന്നതുമായ അവഗണനകളും പീഡനങ്ങളും അവസാനിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. അവരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ള അതുമാത്രമല്ല, ഇതിൻ്റെ പിറകിൽ ഒത്തിരി കാര്യങ്ങൾ അതിന് പിറകിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നത് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടും സമൂഹത്തോടും കൂടിയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ളതായ ഈ പീഡനങ്ങളും ഉപദ്രവങ്ങളും കുറച്ച് 6-7 വർഷങ്ങളായിട്ട് തന്നെ തുടർന്നു വരുന്ന ഒരു പ്രവണതയാണിത്. ഏതായാലും ഇതൊരിക്കലും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല. ഒരു ഭാഗത്ത് സ്നേഹം നൽകുകയും മറുഭാഗത്ത് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ന്യൂനപക്ഷാംഗങ്ങളെ, അത് ക്രൈസ്തവരായാലും മുസ്ലിംസ് ആയാലും മറ്റാരായാലും, അവരെ സ്നേഹപുരസ്സരം അവരുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ വന്ന് അവരെ അഭിസംബോധന ചെയ്ത് പാരിതോഷികം നൽകുകയോ മറ്റു ചെയ്തു മധുരപലഹാരങ്ങൾ വിളമ്പിയും ഒക്കെ സ്നേഹിക്കുന്ന ആ ഒരു പ്രകടനം കാഴ്ചവെച്ച് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പൊതുവായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു
സംഭവ വികാസമാണ് ഇന്ന് കാണുന്നത്. മുമ്പ് അത് കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇന്നത് കേരളത്തിലും കടന്നു വരാനുണ്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരമുള്ള ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുക, തുടച്ചു നീക്കുക എന്ന് ചെയ്യുന്നത് ഛത്തീസ്ഗഡിലുണ്ടായ ഭരണകൂട ഭീകരതയ്ക്കെതിരെ കുന്നംകുളം ക്രിസ്ത്യൻ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 2-ന് പഴയ സ്റ്റാൻഡിന് മുൻവശത്തുള്ള ടാക്സി സ്റ്റാൻഡിന് സമീപം നടക്കുന്ന പ്രതിഷേധയോഗം കുന്നംകുളം ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി റവറൻ കോശി കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയ സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം നടത്തി. GCC ക്ലബ് ഹൌസിൽ GCC പ്രവാസി കമ്മിറ്റി ഭാരവാഹികളായ ഷക്കീർ ഇടയത്ത് വളപ്പിൽ, ഫൈസൽ പാറമേൽ എന്നിവർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി. സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ ഇക്ബാൽ, ഫാദർ തോമസ് ചീരൻ, ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ റംഷാദ്, VN ബിനു, ബാബു നാസർ, മണികണ്ഠൻ CV, ബഷീർ മാസ്റ്റർ, ബാബു P ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 100 രൂപയുടെ സമ്മാന കൂപ്പണിൽ ഇലക്ട്രിക് സ്കൂട്ടർ, TV, സ്പോർട്സ് സൈക്കിൾ എന്നിവ സമ്മാനമായി ലഭിക്കും. നവംബർ 2-ന് വൈകിട്ട് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും. ഗുജറാത്തിൽ നടന്ന 5ാമത് നാഷണൽ സബ് ജൂനിയർ ഗ്രാപ്പിംഗ് റെസ്ലിംഗ് 60 കിലോഗ്രാം മത്സരത്തിൽ കടങ്ങോട് സ്വദേശി O ഏറിയ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. കണ്ണൂർ GVHS സ്പോർട്സ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കടങ്ങോട് സ്വദേശി OK അജിയുടെയും രമ്യയുടെയും മകളാണ് റിയ. പുന്നൂർക്കുളം പഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയിൽ പുതിയ ലൈബ്രറിയനെ നിയമിക്കാത്തതിൽ പ്രതിഷേധം. പലർക്കും പുസ്തകങ്ങൾ ലഭിക്കാത്ത സ്ഥിതിയാണ്. താൽക്കാലിക ജീവനക്കാരെയോ സ്ഥിരം ജീവനക്കാരെയോ ഉടൻ നിയമിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. നിലവിലെ ലൈബ്രറിയൻ മെയ് 30-നാണ് വിരമിച്ചത്. വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കുന്ന പട്ടികയിൽ ഉദ്യോഗാർത്ഥികളെ ഈ മാസം 11-ാം തീയതി അഭിമുഖം നടത്തി നിയമിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് ലൈബ്രറിയിൽ താൽക്കാലിക ജീവനക്കാരെയോ സ്ഥിരം ജീവനക്കാരെയോ നിയമിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റാഫി മാലിക്കുളം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ജീവനക്കാരില്ലാത്തതിനാൽ ലൈബ്രറി പ്രവർത്തനം നിശ്ചലമായിരിക്കുകയാണ്. ലൈബ്രറിയൻ വിരമിച്ചതിനു ശേഷം പകരം സംവിധാനം ഒരുക്കാത്തതിനാൽ വായനക്കാർക്ക് പുസ്തകങ്ങൾ കിട്ടുന്നില്ലെന്നും എത്രയും വേഗം ജീവനക്കാരെ നിയമിക്കണമെന്നും റാഫി ആവശ്യപ്പെട്ടു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് തുടക്കമായി. ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. പ്രധാനാധ്യാപിക ഇൻചാർജ് ബിനിത ടീച്ചർ നേതൃത്വം നൽകി. എറണാകുളം പുൽച്ചാടി സ്പോർട്സ് ക്ലബിന്റെ 6ാമത് ഡേ നൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച കലൂർ DNA സ്പോർട്സ് ഗ്രൗണ്ടിൽ നടക്കും. സൈമൺ പോൾ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CK സണ്ണി മിൽട്ടൺ, KK മോഹനൻ എന്നിവർ അനുമോദിക്കും. MU ഷാജി സമ്മാനദാനം നിർവഹിക്കും. കച്ചവട സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ഉടമകളുമെല്ലാം പങ്കെടുക്കുന്നതാണ് ടൂർണമെന്റ്. സുപ്രഭാതം ദിനപത്രം 12ാം വാർഷികത്തിന്റെ എരുമപ്പെട്ടി റേഞ്ച് തല പ്രചാരണ ക്യാമ്പയിൻ ആരംഭിച്ചു. പള്ളിമേപ്പുറം മമ്പ ഉൽ മദ്രസയിൽ നടന്ന കൺവെൻഷൻ എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റി അംഗം PM യൂസഫിനെ വരിക്കാരനായി ചേർത്ത് SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് ദാരിമി ചിറമനേങ്ങാട് ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് ഫൈസി അധ്യക്ഷനായി. റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി MH നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് ബദരി, MB മുസ്തഫ ദാരിമി, അബ്ബാസ് സാദിഖ് റഹ്മാനി, അബ്ദുള്ളക്കുട്ടി മൗലവി, മനാഫ് ദാരിമി, അഷ്റഫ് മുസ്ലിയാർ, ഉമർ മുസ്ലിയാർ, ജൗഹർ മുസ്ലിയാർ, യൂസഫ് ജസ്രി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9220 രൂപ, പവന് 73,860 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം. തലക്കോട്ടുകര പ്രഭാത് നഗറിൽ മമ്പറമ്പിൽ വീട്ടിൽ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വടൂക്കര SNDP പൊതുശ്മശാനത്തിൽ നടന്നു. പരേതനായ രവി ഭർത്താവാണ്. പ്രജിനി, പ്രജോഷ് എന്നിവർ മക്കളാണ്.
ചൊവ്വലൂർ വർഗീസ് മകൻ ജോസഫ് നിര്യാതനായി 61 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ജോയ്സി ഭാര്യയാണ്. റിയ മരിയറ്റ്, റിംഗിൽ ജോസഫ്, റിനോൾ ആൻസ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഇരിങ്ങപ്പുറം വീട്ടിൽ പരേതനായ അപ്പുകുട്ടി ഭാര്യ തങ്കം നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം ചൂൽപ്പുറം ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുബ്രഹ്മണ്യൻ, മനോജ്, മുരളി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളത്തിന് തീരാ നഷ്ടം. സാഹിത്യരംഗത്തെ ബഹുമുഖ പ്രതിഭ MK സാനു അന്തരിച്ചു. വിടവാങ്ങുന്നത് മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാൾ. നടൻ കലാഭവൻ നവാസിന് നാടിന്റെ യാത്രാമൊഴി. ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടന്നു. നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ സിനിമാ ലോകം. ഗുരുവായൂരിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന ഹോട്ടൽ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പഞ്ചാരമുക്കിലെ സ്നാക്സ് ഹട്ട് ഗ്രിൽ ഹൌസ് ഹോട്ടലാണ് അടപ്പിച്ചത്. ഹംദി, കുഴിമന്തി, ഓപ്പറേഷ്യ റെസ്റ്റോറന്റ് എന്നീ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് കൂമ്പുഴയിൽ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കും. ഇയാൾ പാടശേഖരത്തോട് ചേർന്ന് കൂമ്പുഴ പാലത്തിനടുത്തുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്താണ് മനോഹരമായ പാർക്കും വഴിയോര വിശ്രമ കേന്ദ്രവും നിർമ്മിക്കുക. ബൈപ്പാസ് റോഡിലെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ MLA AC മൊയ്തീനും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സന്ദർശിച്ചു. അറുപത്തൊമ്പതാമത് സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. ഒക്ടോബർ 7 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കുന്നംകുളത്ത് നടക്കുന്ന ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.